വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു ചെറുകഥയുണ്ട്. അതിൽ കഥാനായകൻ അറിയാത്ത ഒരു ദേശത്ത് ചെന്നുപെട്ട് വിശന്നു വലഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുന്ന ഒരു രംഗമുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് തന്റെ പേഴ്സ് ആരോ പോക്കറ്റടിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം. എന്നാൽ മാനേജർ ഈ കഥാനായകനെ വിശ്വസിക്കുവാൻ തയ്യാറാവുന്നില്ല. കഥാനായകനെ അയാൾ അപമാനിക്കുകയാണ്. കഥാനായകന്റെ മുണ്ടും ഷർട്ടുമെല്ലാം ഊരി വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആ സമയത്ത് ഒരാൾ അടുത്തു വന്ന് നമ്മുടെ ഈ മാനേജറുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന വ്യക്തിയെ, കഥാനായകനെ അല്പം വിളിച്ചു മാറ്റി നിർത്തി, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഏതാനും പേഴ്സുകൾ എടുത്ത് അദ്ദേഹത്തിന് കാണിക്കുകയാണ്. അതിൽ നമ്മുടെ കഥാനായകന്റെ പേഴ്സും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇതാണ് ആ കഥയിലെ ഭാഗങ്ങൾ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ കളവ് ചെയ്യുക, കളവ് പറയുക, കള്ളത്തരം ചെയ്യുക, പോക്കറ്റ് അടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്, തെറ്റാണ്, കുറ്റകരമാണ്. അതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണമാണ്. അതേസമയം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് സത്വഗുണത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ വ്യക്തിയിൽ സത്വഗുണവും തമോ ഗുണവും ഉണ്ട്. ഇത് ഒരു പ്രപഞ്ച സ്വഭാവമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ സത്വഗുണവും തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ഇടകലർന്ന് കിടക്കുന്നുണ്ട്. അതേസമയം തന്നെ എന്താണ് സത്വഗുണം, എന്താണ് രജോ ഗുണം, എന്താണ് തമോ ഗുണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങളും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇങ്ങനെ തന്നെയാണ്. ഭക്ഷണത്തിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനെ മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ വ്യവഹാരങ്ങളെയും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവന്റെ ജ്ഞാനത്തിനെ, അവന്റെ ബുദ്ധിയെ, അവന്റെ തപസ്സിനെ, അവന്റെ ദാനത്തിനെ, അവന്റെ കർമ്മത്തിനെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ ആഹാരത്തെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും മൂന്നായി നമുക്ക് തരംതിരിക്കാം. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ. ഭക്ഷണവും അങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാരം സാത്വികപ്രിയം. എന്താണ് സാത്വികമായ ഭക്ഷണം? ഏത് ഭക്ഷണം കഴിക്കണമെന്നോ എന്താണ് അതിന്റെ പേര് എന്നൊന്നും ഭഗവത്ഗീത പറയുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കണം, യുക്തമായ ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ മിതമായി കഴിക്കണം എന്നാണ് അത് നമ്മോട് പറയുന്നത്. അതേസമയം ഈ ഭക്ഷണത്തിനെ വർഗീകരിക്കുന്നുണ്ട്. അത് സാത്വികം, രാജസികം, അല്ലെങ്കിൽ രാജസം, അല്ലെങ്കിൽ പിന്നീട് താമസം, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മൾ ഈ 3 തരം ഭക്ഷണവും കഴിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മിൽ ഈ സാത്വിക ഭാവവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഇടകലർന്ന് കാണുന്നത്. എല്ലാവരിലും കാണുന്നു എന്നല്ല പറഞ്ഞത്, ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സത്വഗുണപ്രധാനമായ അല്ലെങ്കിൽ സത്വഗുണ പ്രാധാന്യമുള്ള ഭക്ഷണം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ആയുസ്, അതുപോലെ തന്നെ ആരോഗ്യം, ആയുസ്, ബലം, ഓജസ് എന്നിവ ഉണ്ടാക്കുന്ന, മനസ്സിനും ശരീരത്തിനും സുഖം തരുന്ന, പ്രീതി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് സാത്വികമായ ഭക്ഷണം. അത് നല്ല രസമുള്ളതായിരിക്കണം, രുചികരമായിരിക്കണം. മാത്രമല്ല അത് ഹൃദ്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന വ്യക്തിക്ക് മനസ്സിന് പിടിച്ചതായിരിക്കണം, അതുപോലെ തന്നെ ശരീരത്തിനും അത് യോജിക്കുന്നതായിരിക്കണം. ചില ഭക്ഷണങ്ങൾ നമുക്ക് മനസ്സിന് പിടിക്കും എന്ന് പറയുകയാണെങ്കിൽ നാവിന് രുചി ഉണ്ടായിരിക്കും, കഴിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതേസമയം അത് നമ്മളുടെ ശരീരത്തിന് ദോഷകരമായി അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അത് സാത്വിക ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പെടുകയില്ല. രസമുള്ളതായിരിക്കണം, ഹൃദ്യമായിരിക്കണം, ശരീരത്തിന് ബലം തരുന്നതായിരിക്കണം, അല്പം സ്നിഗ്ധമായാൽ നന്നായി. സ്നിഗ്ധം എന്ന് പറയുകയാണെങ്കിൽ ഇത്തിരി എണ്ണമയമുള്ള ഭക്ഷണവും സാത്വികമായ ഭക്ഷണത്തിന്റെ കൂട്ടത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇത് സാത്വികമായ ഭക്ഷണമാണ്. ഇത് അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നത് സാത്വികന്മാർക്ക് വളരെ തൃപ്തികരമായ കാര്യമാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ സംസാരിക്കുന്നത്. ആയുസ്, സത്വഗുണം, ഓജസ്, ബലം, ആരോഗ്യം, അതുപോലെ സുഖത്തിനെയും പ്രീതിയെയും വർദ്ധിപ്പിക്കുന്നത്, രസമുള്ളത്, ഹൃദ്യമായത്, അതുപോലെ തന്നെ മെഴുക്ക് മയമുള്ളതുമായ ഭക്ഷണം. എന്താ അതിന്റെ പേരൊന്നും പറയുന്നില്ല. അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തൊക്കെയായിരിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അല്ലാതെ ഇന്ന ഭക്ഷണം കഴിക്കണം, മാംസഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ മത്സ്യഭക്ഷണം കഴിക്കണം, ഇതൊന്നും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നില്ല. ഭക്ഷണത്തിന്റെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷെ ഭക്ഷണത്തിന്റെ സ്വഭാവവിശേഷം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ സത്വഗുണമുള്ളവരായി മാറും. കാരണം നാം കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ സ്വഭാവത്തെ വലിയൊരളവിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ നമ്മൾ വേറെ സാത്വികമായ ഭക്ഷണം മാത്രമല്ല, നമ്മൾ മറ്റു ഭക്ഷണങ്ങളും രജോ ഗുണപ്രധാനമായ ഭക്ഷണങ്ങളും തമോ ഗുണപ്രധാനമായ ഭക്ഷണങ്ങളും എല്ലാം കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നാം ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഇടകലർന്ന വ്യക്തികളായി നിലനിൽക്കുന്നത്. ഏതായാലും സംഗതി അങ്ങനെയാണെങ്കിൽ പോലും നാം അറിഞ്ഞിരിക്കണം എന്താണ് സാത്വികമായ ഭക്ഷണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം രജോ ഗുണപ്രധാനമായ ഭക്ഷണം ഏതാണ്, അല്ലെങ്കിൽ തമോ ഗുണികൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണ് എന്നതിനെ കുറിച്ചുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം, മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.